നമസ്കാരം. ട്രാവൻകൂർ എക്സ്പ്രസ് വാർത്താ നേരത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പരാതികളുടെ പ്രളയമായിരുന്നു. അതിലൊരു പരാതിയാണ് നക്ഷത്ര ഇൻഷുറൻസ് പദ്ധതി. വിവിധ ഭാഗങ്ങളിൽ നിന്നും പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നു നക്ഷത്ര ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ച്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ജീവനക്കാരുടെ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ വായ്പ നൽകിയാണ് ഈ നക്ഷത്ര ഇൻഷുറൻസ് കമ്പനിക്ക് വാർഷിക വരിസംഖ്യ എടുക്കുന്നത്. ഒരു വർഷത്തേക്കാണ് അവരുടെ ഇൻഷുറൻസ് കവറേജ്. അടുത്ത വർഷമാകുമ്പോൾ വീണ്ടും അവർ ലോണ് കൊടുക്കുന്നു, അത് വീണ്ടും എടുക്കുന്നു. എന്നാൽ അപകടം നടക്കുകയോ കുടുംബാംഗങ്ങൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ആനുകൂല്യങ്ങൾ ചോദിക്കുമ്പോൾ ഇൻഷുറൻസ് കമ്പനി കൈമലത്തുകയാണ് ഉണ്ടായത് എന്ന് നമുക്ക് ചില കേന്ദ്രങ്ങളിൽ നിന്നും അറിവ് ലഭിച്ചിട്ടുണ്ട്. ഈ നക്ഷത്ര ഇൻഷുറൻസ് കമ്പനിയും KSEBിയിലെ 14 ജില്ലയിലെ സൊസൈറ്റി അധികാരികൾ ഒന്നിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ വ്യക്തമായി മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുകൾ ഉണ്ടാകണം. ഈ നക്ഷത്ര ഇൻഷുറൻസ് കമ്പനി മാനേജ്മെന്റ് ഭാഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് യഥാസമയം കൃത്യമായി തന്നെ ചില ട്രീറ്റുകൾ നടത്തി കാണണം. എങ്കിൽ മാത്രമേ 14 ജില്ലയിലും 14 സൊസൈറ്റികളും വായ്പ നൽകാൻ തയ്യാറാവുകയുള്ളൂ. ഒരു ജീവനക്കാരൻ ഈ അടുത്ത കാലത്ത് ഞങ്ങളോട് പറഞ്ഞതാണ്, ചേട്ടാ, നക്ഷത്ര ഇൻഷുറൻസ് കമ്പനി എന്നെ പറ്റിച്ചു. വേറൊന്നും കൊണ്ടല്ല, അവർ നൽകിയ കവറേജ് അനുസരിച്ച് അദ്ദേഹത്തിന്റെ കുടുംബാംഗത്തിന് ചില ചികിത്സകൾ ചെയ്യുകയുണ്ടായി. അതിനനുസരിച്ച് അദ്ദേഹം ഇൻഷുറൻസ് കവറേജിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ നൽകിയത് നാമമാത്രമായ തുകയായിരുന്നു. അവിടെയും ഇവിടെയും വെട്ടിക്കുറച്ച് അദ്ദേഹത്തിന് നൽകിയത് വളരെ തുച്ഛമായ തുകയായിരുന്നു. അത് ചികിത്സയ്ക്ക് പര്യാപ്തമല്ലായിരുന്നു. ഇനിയും നാം മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെയുള്ള ഇടപാടുകൾ നടക്കുമ്പോൾ കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായ വ്യവസ്ഥകൾ ജീവനക്കാരന്റെ മുന്നിൽ വച്ചുകൊണ്ട് തന്നെയാവണം ഈ ഇൻഷുറൻസ് കമ്പനി വരിക്കാരെ ചേർക്കേണ്ടതെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അതുമാത്രവുമല്ല, ഇതിൽ നടന്ന ക്രമക്കേടുകൾക്ക് കാരണക്കാരായ, അതായത് 14 സൊസൈറ്റികളിലും വരിസംഖ്യ കൊടുക്കുന്നതിലേക്ക്, ലോൺ കൊടുക്കുന്നതിലേക്ക് തയ്യാറായ മാനേജ്മെന്റ് ആരെയാണോ ശുപാർശ ചെയ്തത് അവരുമായി സംസാരിച്ചുകൊണ്ട് എത്രയും വേഗം നടപടി സ്വീകരിക്കണമെന്നും ഈ നക്ഷത്ര ഇൻഷുറൻസ് കമ്പനിയെ സമീപിച്ചുകൊണ്ട് അവരുടെ ക്രമക്കേടുകൾ മുഴുവൻ തിരുത്തിക്കൊണ്ട് ജീവനക്കാർക്കും കുടുംബാംഗങ്ങൾക്കും അനുകൂലമായ നടപടികൾ സ്വീകരിക്കേണ്ടതുമാണെന്ന് ട്രാവൻകൂർ എക്സ്പ്രസ് ആവശ്യപ്പെടുന്നു.